ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് ഒരു തിമിംഗലമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ മുൻപേ കണ്ട വീഡിയോയിൽ പൊട്ടിത്തെറിച്ചത് ഒരു തിമിംഗലമായിരുന്നു എന്നതാണ് സത്യം. 1970 നവംബറിൽ ഓറിഗണിലെ ഫ്ലോറൻസിലാണ് ഈ സംഭവം നടന്നത്. എന്നാൽ നമ്മൾ കരുതും പോലെ ഈ തിമിംഗലം സ്വയം പൊട്ടിത്തെറിച്ചതല്ല, മറിച്ച് തിമിംഗലത്തെ ഡൈനാമൈറ്റ് വെച്ച് പൊട്ടിത്തെറിപ്പിച്ചതായിരുന്നു. അതിനുള്ള കാരണവും എങ്ങനെയാണ് തിമിംഗലത്തെ ബ്ലാസ്റ്റ് ചെയ്തതെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ സംഭവത്തിൻ്റെ തുടക്കം 1970 നവംബർ 7-നാണ്. അന്നാണ് ഫ്ലോറൻസ് ബീച്ചിലേക്ക് ഈ ഭീമൻ സ്പേം തിമിംഗലം ചത്ത് കരക്കടിഞ്ഞത്. തീരത്തടിഞ്ഞ ഈ തിമിംഗലത്തിന് ഏകദേശം 8 ടണ്ണോളം ഭാരവും 45 അടിയോളം നീളവും ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു സ്കൂൾ ബസ്സിൻ്റെ നീളം ഇതിനുണ്ടായിരുന്നു എന്ന് സാരം. ആദ്യം ഇതെല്ലാവർക്കും കൗതുകമായിരുന്നുവെങ്കിലും പിന്നീട് ഈ തിമിംഗലം ബീച്ചിൽ തന്നെ ദിവസങ്ങളോളം കിടക്കുകയും തുടർന്ന് ഇതിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇതിനെ ഇനിയും ഇങ്ങനെ ബീച്ചിൽ തന്നെ കിടത്താൻ കഴിയില്ലെന്ന് അധികൃതർ മനസ്സിലാക്കുകയും പ്രദേശത്തെ ഓറിഗൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈ തിമിംഗലത്തെ എങ്ങനെ ഇവിടെ നിന്നും ഒഴിവാക്കാം എന്നതിനെപ്പറ്റി ചർച്ച നടത്താനും തുടങ്ങി. യഥാർത്ഥത്തിൽ ബീച്ചിൽ കിടക്കുന്ന ഈ തിമിംഗലത്തിൻ്റെ ദുർഗന്ധത്താലും മറ്റുമൊക്കെ ബീച്ചിലേക്ക് പ്രദേശവാസികൾ പോലും വന്നിരുന്നില്ലത്രേ. ചുരുക്കി പറഞ്ഞാൽ ആ ഭീമൻ തിമിംഗലം ആ പ്രദേശത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. ഇത്രയും വലിയ തിമിംഗലത്തെ മുഴുവനായും അവിടെ നിന്നും എടുത്തു മാറ്റി കുഴിച്ചിടുക എന്നതൊക്കെ ഏറെ പ്രയാസമുള്ളതും പൂർണ്ണമായി പോസിബിളാണോ എന്ന് പോലും അറിയാത്ത ഒരു മാർഗമായിരുന്നു. അതിനാൽ തന്നെ അധികൃതർ കണ്ടെത്തിയ മാർഗമായിരുന്നു തിമിംഗലത്തെ ഡൈനാമൈറ്റ് ഉപയോഗിച്ച് ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ളത്. എങ്കിലും ഇതും എത്രത്തോളം പ്രായോഗികമാണ് എന്നതും അവർക്കറിയില്ലായിരുന്നു. അപ്പോഴേക്കും തിമിംഗലത്തെ ഡൈനാമൈറ്റ് വെച്ച് തകർക്കാൻ പോകുന്നു എന്ന വാർത്തയാകെ പടർന്നിരുന്നു എന്നതാണ് വാസ്തവം. അങ്ങനെ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഞ്ചിനീയറായിരുന്ന ജോർജ് തോണ്ടൺ ആയിരുന്നു ഈ ദൗത്യത്തിൻ്റെ ഇൻചാർജ്. അദ്ദേഹം ഈ സംഭവത്തിന് മുൻപും ഡൈനാമൈറ്റ് ഉപയോഗിച്ചുള്ള മിഷനുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിനും ഇത്രയും വലിയൊരു ഭീമൻ തിമിംഗലത്തെ പൊട്ടിത്തെറിപ്പിക്കാൻ എത്രത്തോളം ഡൈനാമൈറ്റ് ആവശ്യമായി വരും എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിയില്ലായിരുന്നു എന്നതാണ് സത്യം. തുടർന്ന് US നേവിയും മുനീഷ്യൻ എക്സ്പെർട്സ് അതോറിറ്റീസും 500 കിലോഗ്രാമോളം ഡൈനാമൈറ്റ് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് 20 കിലോയോളം വരുന്ന എക്സ്പ്ലോസീവുകൾ അധികൃതർ തിമിംഗലത്തിൻ്റെ ചുറ്റും നിരത്താൻ ആരംഭിച്ചു. അപ്പോഴേക്കും ഈ കാഴ്ച കാണാനായി ഒരുപാട് ആളുകൾ ബീച്ചിൽ തടിച്ചുകൂടിയിരുന്നു. ജോർജ് തോണ്ടൻ്റെ പ്ലാൻ അനുസരിച്ച് പൊട്ടിത്തെറിക്കുന്ന തിമിംഗലത്തിൻ്റെ ഭാഗങ്ങൾ കടലിലേക്ക് തെറിച്ചു പോകുന്ന തരത്തിലായിരുന്നു ഡൈനാമൈറ്റുകൾ ഫിക്സ് ചെയ്തിരുന്നത്. അങ്ങനെ തിമിംഗലം തീരത്തടഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷം നവംബർ 12-ന് വൈകുന്നേരം 3:45 പ്ലാൻ ചെയ്തതുപോലെ തിമിംഗലത്തെ ബ്ലാസ്റ്റ് ചെയ്യുകയായിരുന്നു. പൊട്ടിത്തെറിയിൽ തിമിംഗലത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും 800 അടി ഉയരത്തിൽ വരെ, അതായത് ഏകദേശം 250 മീറ്റർ ഉയരത്തിൽ വരെ തെറിച്ചു പോയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ശേഷം അതിൻ്റെ ദുർഗന്ധം അന്തരീക്ഷത്തിൽ ഒരുപാട് സമയത്തേക്കുണ്ടായിരുന്നെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ജോർജ് തോണ്ടൻ്റെ പ്ലാൻ പൊട്ടിത്തെറിക്കുന്ന തിമിംഗലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കടലിലേക്ക് തെറിക്കണമെന്നായിരുന്നെങ്കിലും അവശിഷ്ടങ്ങളിൽ പലതും മൈലുകളപ്പുറത്ത് നിന്നിരുന്ന കാഴ്ചക്കാരിലേക്കും എത്തിയിരുന്നത്രേ. അത്രത്തോളം ഫോഴ്സിലായിരുന്നു പൊട്ടിത്തെറി നടന്നിരുന്നത്. ചത്ത സമയത്തുണ്ടായിരുന്ന തിമിംഗലത്തിൻ്റെ ദുർഗന്ധത്തേക്കാൾ ഇരട്ടിയായിരുന്നു പൊട്ടിത്തെറിക്ക് ശേഷമുള്ള ദുർഗന്ധം എന്നായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞിരുന്നത്. തുടർന്ന് ബാക്കി വന്നിരുന്ന തിമിംഗലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ബീച്ചിൽ നിന്നും മാറ്റുകയായിരുന്നു. കൂടാതെ ഈ ബ്ലാസ്റ്റ് നടന്നപ്പോൾ തിമിംഗലത്തിൻ്റെ ഒരു ഭാഗം 130 മീറ്റർ അകലെയായി പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ മുകളിലേക്ക് വീണ് ആ കാറിൻ്റെ മുകൾ ഭാഗം തകർന്ന സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നു അത്രേ. ചിതറിത്തെറിച്ച തിമിംഗലത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മണലിൽ തന്നെ കുഴിച്ചിടുകയാണ് ചെയ്തത്. ഈ തിമിംഗലത്തിൻ്റെ ഓർമ്മക്കായി എക്സ്പ്ലോഡിംഗ് വെയിൽ മെമ്മോറിയൽ പാർക്ക് എന്ന പേരിൽ ഒരു പാർക്കും നിലവിലുണ്ട്. ഏതായാലും നമ്മൾ ഇപ്പോൾ കണ്ടത് തിമിംഗലത്തെ ബോംബ് വെച്ച് പൊട്ടിച്ചതാണ്. എന്നാൽ തിമിംഗലങ്ങൾ സ്വയം പൊട്ടിത്തെറിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ചത്ത തിമിംഗലങ്ങൾ ചില സമയങ്ങളിൽ സ്വയം ഒരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കും എന്നതാണ് സത്യം. അതെന്തുകൊണ്ടാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ തിമിംഗലങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളാണ് തിമിംഗലങ്ങളെന്ന് നമുക്കറിയാം. ഇവയുടെ വലിപ്പം പോലെ തന്നെ ഇവയുടെ അവയവങ്ങളും വലിപ്പമേറിയതാണ്.
മുതുകിൽ മൂക്കുള്ള ജീവിയെന്നും തിമിംഗലങ്ങളെ വിളിക്കാറുണ്ട്. ബ്ലോ ഹോൾ എന്നതാണ് ഇവയുടെ ഈ അവയവത്തിൻ്റെ പേര്. ഇവർ ശ്വസിക്കുന്നതും നമ്മളെപ്പോലെ ഓക്സിജൻ തന്നെയാണ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയവും ഇവയുടേതാണ്. 150 കിലോയോളം തൂക്കം വരുന്ന ഇവയുടെ ഹൃദയത്തിൽ ഒരു മനുഷ്യന് എളുപ്പത്തിൽ കയറിക്കിടക്കാൻ വരെ സാധിക്കും. ഇവയുടെ കൂറ്റൻ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന അവോട്ട എന്ന ഞരമ്പുകളിലൂടെ ഒരാൾക്ക് നെങ്ങി പോകാൻ വരെ സാധിക്കുമത്രേ. 8000 ലിറ്ററോളം രക്തം ഇവയുടെ ശരീരം മുഴുവൻ പമ്പ് ചെയ്യുന്നത് ഈ ഹൃദയമാണ്. ഇവകൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ കടലിൽ തന്നെയാണ് പാലൂട്ടാറുള്ളത്. നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റിൻ്റെ അത്ര കട്ടിയുള്ള പാല് വെള്ളത്തിൽ അലിഞ്ഞു പോകാത്ത രീതിയിലാണ് ഇവർ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാറുള്ളത്. അങ്ങനെ ഒരു ദിവസം 400 ലിറ്ററോളം പാലെങ്കിലും കുട്ടിത്തിമിംഗലങ്ങൾ അകത്താക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. ലോകമെമ്പാടും ഒരു വർഷം 2000 തിമിംഗലങ്ങളുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ചിലത് കടലിൽ വെച്ച് തന്നെ മരിക്കുന്നവയാണ്. ചിലത് നമ്മൾ മുൻപ് കണ്ടതുപോലെ മരണപ്പെട്ട ശേഷം കരയിൽ വന്നടിയാറുണ്ട്. കരയിൽ വന്ന് അടിയുന്നതിൽ ചിലതാണ് പൊട്ടിത്തെറിക്കാറുള്ളത്. എന്നാൽ ചില സമയങ്ങളിൽ കടലിൽ വെച്ചും ഇവ പൊട്ടിത്തെറിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ചത്തുതീരത്തടിയുന്ന തിമിംഗലങ്ങളുടെ ഉൾവശമാണ് സാധാരണഗതിയിൽ ആദ്യം അഴുകുക. ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന തിമിംഗല ശവശരീരത്തിൻ്റെ വലിയ ആമാശയവും ആന്തരിക അവയവങ്ങളും ദിവസങ്ങൾ കഴിയുന്നതോടെ മീഥേൻ എന്ന വാതകം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് വികസിക്കുന്നതിന് കാരണമാകുന്നു. എന്നാൽ തിമിംഗലങ്ങളുടെ തൊലിക്ക് കട്ടിയുള്ളതിനാൽ തന്നെ വാതകങ്ങൾ ഉള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. സൂര്യൻ്റെ താപം മൂലവും ചില രാസപ്രവർത്തനങ്ങൾ മൂലവും ശരീരത്തിനകത്തു നിറഞ്ഞ ഈ വാതകം പൊട്ടിത്തെറിക്കുന്നതോടെ ഇവയുടെ ശരീരഭാഗങ്ങൾ പരിസരങ്ങളിലേക്ക് ചിതറിത്തെറിക്കും. സ്വന്തമായി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് താരതമ്യേന അപൂർവമാണ്. എങ്കിലും തീരത്തുള്ള വിനോദസഞ്ചാരികളും മറ്റും ഇവയുടെ ശരീരത്തിൽ കയറുകയും അതിനു മുകളിൽ നിന്ന് ചിത്രമെടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവയെ തീരത്തു നിന്നും മാറ്റാൻ ശ്രമിക്കുമ്പോഴോ മറ്റോ അവയ്ക്ക് ചലനം സംഭവിക്കുന്നതിൻ്റെ ഫലമായി ഇവ പൊട്ടിത്തെറിക്കാൻ കാരണമാകും. ഇവയുടെ ചർമ്മങ്ങൾ പൊട്ടുമ്പോൾ ഉയർന്ന വേഗതയിൽ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ നിന്നും മീഥേൻ എന്ന വാതകം പുറന്തള്ളപ്പെടും എന്ന് സാരം. ചീനളിഞ്ഞ തിമിംഗലത്തിൻ്റെ ഗന്ധം ലോകത്തിലെ ഏറ്റവും മോശം ഗന്ധങ്ങളിലൊന്നാണ്. അതിനാൽ തന്നെ തീരത്ത് തിമിംഗലങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വിദഗ്ധർ ഈ തിമിംഗല പൊട്ടിത്തെറിക്കെതിരെയും പരിസര മലിനീകരണത്തിനെതിരെയും വേഗം തന്നെ മുൻകരുതലുകൾ എടുക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ തീരത്തടയുന്ന തിമിംഗലങ്ങളെ പെട്ടെന്ന് തന്നെ സംസ്കരിക്കാനുള്ള നടപടികളും തുടരും. പൊട്ടിത്തെറിക്കാനുള്ള അപകട സാധ്യത മാത്രമല്ല, തിമിംഗല മൃതദേഹത്തിൻ്റെ ചർമ്മത്തിലുള്ള മാരകമായ ബാക്ടീരിയകളുമായി മനുഷ്യ ശരീരം സമ്പർക്കത്തിൽ വരാനും സാധ്യതയുണ്ട്. അതുവഴി ചിലപ്പോൾ സാംക്രമിക രോഗങ്ങളും എളുപ്പത്തിൽ പിടിപെടാം. ഒരു തിമിംഗലം കരയിലെത്താതെ കടലിൽ ചത്താൽ അവയുടെ ശരീരം മുങ്ങിപ്പോവുകയാണ് ചെയ്യുക. കൂടാതെ ഇത്രയും വലിയൊരു ജീവി ആയതിനാൽ തന്നെ ഇത് ചത്തുകഴിഞ്ഞാൽ മറ്റ് കടൽ ജീവികൾക്കും ഇത് വലിയൊരു ഭക്ഷണമാണ്. ഈ ഭക്ഷണം ആ ആവാസ വ്യവസ്ഥയിൽ വളരെ കാലം നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ തിമിംഗലങ്ങൾ ചത്ത് തീരത്താണ് അടിയുന്നതെങ്കിൽ അവയെ സംസ്കരിക്കാൻ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ രീതികളുണ്ട്. ചിലപ്പോൾ അവയെ കടലിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടാറുണ്ട്. ഐലൻഡ്, ഓസ്ട്രേലിയ, US, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ സർക്കാർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഇവയെ കൃത്രിമമായി പൊട്ടിത്തെറിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി മൃതദേഹം നല്ലതുപോലെ അഴുകിയിട്ടുണ്ടെങ്കിൽ അവയെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യും. ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.